ഓക്കെ, നമ്മൾ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിൻ്റെ നോമൻക്ലേച്ചറും ക്ലാസിഫിക്കേഷനും ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മളത് ഓരോ കോമ്പൗണ്ട്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫ്യൂറാനെ കുറിച്ചാണ്. ഫ്യൂറാൻ നമുക്കറിയാം, ഫ്യൂറാനിലെ ഹെട്രോ ആറ്റം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ആസിഡ് നമ്മൾ ഡ്രൈ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫ്യൂറോയിക് ആസിഡ് കിട്ടും. ഈ ഫ്യൂറോയിക് ആസിഡിൽ നിന്ന് ഡീകാർബോക്സിലേഷൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫ്യൂറാൻ കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ മ്യൂസിക് ആസിഡിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു മോളിക്കുലർ ഫോമുല അതിൽ നിന്ന് എന്ത് ചെയ്യാം? ഡ്രൈ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഫ്യൂറോയിക് ആസിഡ് കിട്ടും. ഈ ഫ്യൂറോയിക് ആസിഡ് COOH എന്ന് കാണുന്നില്ലേ, അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പോവാണ്. അങ്ങനെ പോയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫ്യൂറാൻ കിട്ടുന്നത്. ഈ ഡ്രൈ ഡിസ്റ്റിലേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ കോപ്പർ പൗഡറിൻ്റെ പ്രൊസൻസിൽ നമ്മൾ ക്വിനോളിനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഫ്യൂറോയിക് ആസിഡ് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ പ്രിപ്പറേഷനാണെന്ത്? സക്സിനാൽഡിഹൈഡിനെ ഡീഹൈഡ്രേഷൻ ചെയ്യാണ്. അത് നമ്മൾ എന്ത് ചെയ്യാണ്? ഫോസ്ഫറസ് പെൻറ്റോക്സൈഡിൻ്റെ പ്രസൻസിൽ നമ്മളതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുകയാണ്? ഫ്യൂറാൻ കിട്ടുന്നു. അതായത് ഡീഹൈഡ്രേഷൻ ഓഫ് സക്സിനാൽഡിഹൈഡ്. എങ്ങനെയാണ് ഡീഹൈഡ്രേഷൻ ചെയ്യുന്നത്? ഫോസ്ഫറസ് പെൻറ്റോക്സൈഡിൻ്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുകയാണ്? ഫ്യൂറാൻ കിട്ടുന്നു. ഈ രണ്ട് പ്രിപ്പറേഷനാണ്. ഇനി മൂന്നാമത്തെ പ്രിപ്പറേഷൻ നോക്കാം. ഈ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മെത്തേഡാണ്. നമുക്ക് അഗ്രികൾച്ചറൽ വേസ്റ്റിൽ നിന്നൊക്കെ നമുക്ക് ഫ്യൂർഫുറാൽ എന്നൊരു കോമ്പൗണ്ട് കിട്ടും. ആ കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കാറ്റലറ്റിക് ഡീകമ്പോസിഷൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫ്യൂറാൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ശരിക്കും നമ്മുടെ ഈ അഗ്രികൾച്ചർ വേസ്റ്റിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഫ്യൂർഫുറാൽ കിട്ടുന്നുണ്ട്. അതിൽ ഒരു പെൻറ്റോസും അതുപോലെ ഒരു ഹോട്ട് ഡൈലൂട്ട് HCl ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും. ഏത് വേസ്റ്റിലാണ്? അതിലാണ് നമുക്ക്, അതായത് അഗ്രികൾച്ചർ വേസ്റ്റിൽ ഈ പെൻറ്റോസും ഹോട്ട് ഡൈലൂട്ട് HClഉം കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള അഗ്രികൾച്ചർ വേസ്റ്റിലാണ് നമുക്ക് മെയിനായിട്ട് ഫ്യൂർഫുറാൽ കാണപ്പെടുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കാറ്റലൈറ്റിക് ഡീകമ്പോസിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫ്യൂറാൻ കിട്ടും. അപ്പോൾ ഈ മൂന്ന് മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. ഒന്നെന്ന് പറഞ്ഞത് മ്യൂസിക് ആസിഡ് ഡ്രൈ ഡിസ്റ്റിലേഷൻ ചെയ്തിട്ട് ഫ്യൂറോയിക് ആസിഡ് കിട്ടും. അതിനെ ഡീകാർബോക്സിലേഷൻ ചെയ്താൽ നമുക്ക് ഫ്യൂറാൻ കിട്ടുന്നതായിരുന്നു. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സക്സിനാൽഡിഹൈഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫോസ്ഫറസ് പെൻറ്റോക്സൈഡിൻ്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുകയാണ്? ഫ്യൂറാൻ കിട്ടുന്നു. പിന്നെ മൂന്നാമത്തെ മെത്തേഡാണ് കൊമേഴ്ഷ്യലി മെത്തേഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഫ്യൂർഫുറാലിനെ കാറ്റലറ്റിക് ഡീകമ്പോസിഷൻ ചെയ്തിട്ട് നമുക്ക് ഫ്യൂറാൻ കിട്ടുന്നതായിരുന്നു. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കളർലെസ് ആണ്, ഫ്ലെമ്മബിൾ ആണ്, ഹൈലി വോളറ്റൈൽ ലിക്വിഡ് ആണ്. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ -85.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 31.3 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ ഇതെന്താണ്? ആൽക്കഹോള്, ഈതർ, അതുപോലെ അസിറ്റോൺ, അതായത് ഓർഗാനിക് സോൾവെൻസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് സൊല്യൂബിൾ ആണ്. വാട്ടറിൽ ഇൻസൊല്യൂബിൾ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് സ്ലൈറ്റ്ലി സൊല്യൂബിൾ ഇൻ വാട്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഫ്യൂറാൻ ഈസ് ടോക്സിക് ആണ്. അതുപോലെ അതെന്താണ്? കാർസിനോജനിക്കും ആവാം ചില കേസുകളിൽ. അപ്പോൾ ഫ്യൂറാൻ അത്ര നല്ല സാധനമല്ല, ഇറ്റ് ഈസ് ടോക്സിക് ആണ്. അതുപോലെ കാർസിനോജനിക് ആണ്. അപ്പോൾ ബോയിലിംഗ് പോയിൻ്റ് അറിയാം, എന്താണ്? 31.3 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ കളർലെസ് ആണ്. ഇറ്റ് ഈസ് സൊല്യൂബിൾ ഇൻ ഓർഗാനിക് സോൾവെൻസ്. അപ്പോൾ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇത്രയാണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് അതിൻ്റെ റിഡക്ഷനാണ്. അതായത് ഫ്യൂറാനെ നമ്മൾ റിഡക്ഷൻ ചെയ്യാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് H2 ബാർ നിക്കൽ, അതായത് റാണെ നിക്കലാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇനി ഇൻ കേസ് നിക്കൽ അല്ലെങ്കിൽ പലേഡിയം ആയാലും മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ടെട്രാ ഹൈഡ്രോ ഫ്യൂറാനാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണെന്ത്? അതായത് ഫ്യൂറാൻ്റെ ഫസ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസാണ് നമ്മൾ പറഞ്ഞത് എന്താണ്? റിഡക്ഷൻ. ഫ്യൂറാനെ നമ്മളൊരു റാണെ നിക്കൽ H2 അതുപോലെ H2 പലേഡിയം വെച്ച് നമ്മൾ, അതായത് കാറ്റലിസ്റ്റാണത്, ആ ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ടെട്രാ ഹൈഡ്രോ ഫ്യൂറാൻ കിട്ടും. അപ്പോൾ
നമുക്കറിയാം ടെട്രാഹൈഡ്രോഫ്യൂറാൻ എന്ന് പറയുന്നത് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് സോൾവെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഒരു റിയാക്ഷൻ ആണ്. നമുക്ക് കൊമേഴ്ഷ്യലി നമുക്ക് ടെട്രാഹൈഡ്രോഫ്യൂറാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്യൂറാനെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് രണ്ടാമത്തതാണ് ഓക്സിഡേഷൻ. അപ്പോൾ ഓക്സിഡേഷനിൽ നമുക്കറിയാം ഫ്യൂറാൻ അണ്ടർഗോസ് ഇൻ ഓക്സിഡേഷൻ ഇൻ എയർ ടു ഫോം ഇറ്റ്സ് 2,5 പെറോക്സൈഡ്. പിന്നെ അതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, പോളിമറൈസേഷൻ നടക്കുന്നുണ്ട്. ഈ 2,5 പെറോക്സൈഡ് പോളിമറൈസേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഫ്യൂറാനെ ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ഓക്സിജൻ നമുക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ഫ്യൂറാനിലേക്ക് ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 2,5 പെറോക്സൈഡ്. പിന്നെ അതെന്ത് ചെയ്യും, അത് ഫർദർ പോളിമറൈസ് ചെയ്ത് പോകുന്നു. ഇനി മൂന്നാമത്തെ റിയാക്ഷനാണ് ഡീസാൾഡർ റിയാക്ഷൻ. ഒരു ഡൈനെ പോലെ തന്നെ ഫ്യൂറാനും എന്ത് ചെയ്യുന്നുണ്ട്, ഡീസാൾഡർ റിയാക്ഷൻ നടക്കുന്നുണ്ട് വിത്ത് മാലിക് അൻഹൈഡ്രേറ്റ്. അപ്പോൾ മാലിക് അൻഹൈഡ്രേറ്റിൻ്റെ ഏതാണ് നമുക്കറിയാം, COCH. അപ്പോൾ മാലിക് അൻഹൈഡ്രേറ്റ് ആയിട്ട് ഫ്യൂറാനും ഡീസാൾഡർ റിയാക്ഷൻ നടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഡൈനോഫൈൽ രണ്ടെണ്ണം ഉണ്ടാവും അല്ലേ. അവിടെ എന്ത് ചെയ്യാണ്, ആ ഒരു ഡബിൾ ബോണ്ടിലേക്ക് എന്ത് ചെയ്യും, ഈ ഫ്യൂറാനിലേക്ക് വന്ന് ഇത് ചെയ്യാണ്. അതായത് നിങ്ങൾ ഡീസാൾഡർ റിയാക്ഷൻസ് ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു മെക്കാനിസം നമുക്ക് പിന്നെ പഠിക്കാം. അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് നമുക്കൊരു അഡക്റ്റ് കിട്ടുകയാണ്, ഒരു പ്രൊഡക്റ്റ് കിട്ടും. ദർ ഈസ് എ 1,4 അഡക്റ്റ് ആണ് വിച്ച് വൺ ട്രീറ്റ്മെൻറ്റ്. അതിനെ വീണ്ടും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്. HBr ആയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുകയാണ്, താലിക് അൻഹൈഡ്രേറ്റ് ഫോം ചെയ്യും. അപ്പോൾ അത് ഫ്യൂറാനും മാലിക് അൻഹൈഡ്രേറ്റും ഡൈൻ പോലെ തന്നെ ഫ്യൂറാൻ ഡീസാൾഡർ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഡീസാൾഡർ റിയാക്ഷൻ മാലിക് അൻഹൈഡ്രേറ്റ് ആയിട്ട് നടന്നാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു 1,4 അഡക്റ്റ് കിട്ടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അതിന് പിന്നെ നമ്മൾ ഫർദർ നമ്മൾ എന്ത് ചെയ്യാണ്, HBr വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് താലിക് അൻഹൈഡ്രേറ്റ് കിട്ടുന്നു. ഇതാണ് ഡീസാൾഡർ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഡൈനോഫൈൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ റിയാക്ഷൻസ് ഡീസാൾഡർ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മെക്കാനിസം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ക്ലാസ്സിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ റിയാക്ടിവിറ്റിയാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഫ്യൂറാൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട്. അതായത് നമ്മൾ ബെൻസീൻ അതുപോലെ പൈറോളൊക്കെ പറഞ്ഞിരുന്നു, അതിലും എന്തുണ്ട് ബെൻസീൻ പറഞ്ഞിരുന്നു, അതിലെന്തുണ്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഫ്യൂറാനിലും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം ഓക്സിജനിൽ 1 ലോൺ പെയർ ഉണ്ട് അല്ലേ. നമുക്കറിയാം ആ ഹെട്രോ ആറ്റം എന്ന് പറയുന്നത് ഓക്സിജൻ ആണെന്ന് പറഞ്ഞിരുന്നു നമ്മൾ ഫ്യൂറാനിൽ. അപ്പോൾ ഫ്യൂറാനിൽ ലോൺ പെയർസ് ഉണ്ട്. നമുക്ക് ആ ഒരു പിക്ചർ കണ്ടറിയാം, ഓക്സിജന് 2 ലോൺ പെയർസ് ഉണ്ട്. അതിൽ ഒരു ലോൺ പെയർ എന്ത് ചെയ്യും, ഡീലോക്കലൈസേഷനായിട്ട് ആ റിങ്ങിൽ ഫുള്ള് കറങ്ങി നടക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു റിങ് അതായത് ഫ്യൂറാനിലെ എല്ലാ കാർബണും എന്തുണ്ടാവും, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് ബെൻസീനിലെ കാർബണിനേക്കാളും ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും ഫ്യൂറാനിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ്റെ ഒരു ലോൺ പെയർ ഡീലോക്കലൈസേഷൻ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താണ്, അത് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഇലക്ട്രോഫൈൽ അറ്റാച്ച് ചെയ്യുന്നതിനനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുതലായിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ബെൻസീനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കൊന്നും കൂടെ പറയാം, റിയാക്ടിവിറ്റിയിൽ ഫ്യൂറാൻ എന്താണ്, അതിലൊരു ലോൺ പെയർ ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ്റെ ഒരു ലോൺ പെയർ റിങ്ങിൽ ഡീലോക്കലൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാ കാർബണിലും ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും ബെൻസീനേക്കാളും. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായത് കൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനും ഫ്യൂറാനേക്കാളും കൂടുതലാണ്. ഈ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണെന്ന് പറഞ്ഞു. അതിൻ്റെ റിയാക്ടിവിറ്റി നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ ഓറിയൻറ്റേഷനാണ്. നമുക്കറിയാം ഫ്യൂറാൻ്റെ പിക്ചർ നിങ്ങൾ കാണുന്നുണ്ട് തോന്നുന്നു. ആ ഫ്യൂറാനിലെ നമുക്കറിയാം ഇവിടെ C2 പറഞ്ഞ പൊസിഷൻ, അതുപോലെ C3 പറഞ്ഞ പൊസിഷൻ അല്ലേ. C2 C3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 1 നമ്മൾ പറഞ്ഞു ഓക്സിജൻ ആണ് 1 കൊടുക്കുന്നത്, 2 എന്ന് കൊടുക്കുന്നത് 2 സൈഡും കൊടുക്കാം. അതിൻ്റെ ഈ ഓക്സിജൻ്റെ ഓർത്തോ പൊസിഷൻ, മറ്റെന്താണ് മെറ്റാ പൊസിഷനാണ് നമ്മൾ C3 എന്ന് കൺസിഡർ ചെയ്യുന്നത്.
അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് സൈഡ് നോക്കിയാലും പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ എന്താണ് C2ലാണോ അതുപോലെ C3ലാണോ ഇവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നോക്കാം. C2ൽ നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് പോസിബിലിറ്റി ആയിട്ട് വരുന്നതാണ് 3 റെസൊണൻസ് സ്ട്രക്ചർ കാണിച്ചു. അതുപോലെ C3ലാണെങ്കിൽ 2 റെസൊണൻസ് സ്ട്രക്ചറേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് C2ലാണ് നമുക്കൊരു ശരിക്കും നമ്മൾ ഈ ഫ്യൂറാൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് നമുക്ക് C2ൽ അറ്റാച്ച് ചെയ്യുമ്പോഴാണ്. അതായത് C3യിലെ ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് അത്ര സ്റ്റേബിൾ അല്ല. സ്റ്റേബിൾ ഉള്ളത് C2ൽ നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റാണ് കൂടുതൽ സ്റ്റേബിൾ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മെയിനായിട്ട് 2 റീസണാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം C2ൽ നടക്കുമ്പോൾ മോർ റെസൊണൻസ് സ്ട്രക്ചർ കിട്ടുന്നുണ്ട്. കാരണം C3യിൽ നമുക്ക് 2 സ്ട്രക്ചറേ കിട്ടിയിരുന്നുള്ളൂ, C2ലായപ്പോൾ നമുക്ക് 3 കിട്ടുന്നുണ്ട് ഇല്ലേ. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സ്റ്റേബിൾ കോൺട്രിബ്യൂട്ടീവ് സ്ട്രക്ചർ ഉണ്ട് നമ്മുടെ ഇതിൽ C2ൽ അറ്റാച്ച് ചെയ്യുമ്പോൾ. ആ ഒരു മൂന്നാമത്തെ സ്ട്രക്ചറിനെ കണ്ടറിയാം, അവിടെ എഴുതിയിട്ടുണ്ട് എക്സ്ട്രാ സ്റ്റേബിൾ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ ഇതായിരിക്കും C2ലായിരിക്കും നമ്മുടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാനുള്ള പോസിബിലിറ്റി കൂടുതൽ C3നേക്കാളും. നെക്സ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് റിയാക്ഷൻസ് നോക്കാം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം NO2 വന്ന് ആ റിങ്ങിൽ വന്ന് അറ്റാച്ച് ചെയ്യണതാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കാം നൈട്രേഷൻ നമ്മൾ ഫ്യൂറാനിൽ നടക്കുന്നത് എങ്ങനെയാണ് നോക്കാം. വിത്ത് അസറ്റൈൽ നൈട്രേറ്റ്, അതായത് ഫ്യൂറാൻ അസറ്റൈൽ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 2-നൈട്രോ ഫ്യൂറാൻ. കാരണം നമ്മൾ പറഞ്ഞു C2ലാണ് നടക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ NO2 വരേണ്ടത് എവിടെയാണ് C2 പൊസിഷനിലാണ്. അതിനി ഏത് സ്ഥലത്തായാലും കുഴപ്പമില്ല, C2ലാവാം, അതുപോലെ C2 തന്നെ 2 സൈഡിലുണ്ട്, 2 സൈഡിലും ആവാം, അത് പ്രശ്നമല്ല. പിന്നെ ഒരു ബൈ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് CH3COOH, ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ നൈട്രേഷൻ നടക്കുന്നു. നൈട്രേഷനിൽ എന്താണ് പ്രൊഡക്റ്റ് കിട്ടുന്നത് 2-നൈട്രോ ഫ്യൂറാനാണ്, പ്ലസ് ബൈ പ്രൊഡക്റ്റ് ഉണ്ട്, അതായത് അസറ്റിക് ആസിഡ് ബൈ പ്രൊഡക്റ്റും കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ നമുക്ക് നോക്കാം സൾഫണേഷനിൽ നമുക്ക് നോക്കാം. ഫ്യൂറാന് എന്ത് ചെയ്യാണ് SO3യുമായിട്ട് റിയാക്ട് ചെയ്ത്, അതായത് സൾഫർ ട്രയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു ഫ്യൂറാൻ 2-സൾഫോണിക് ആസിഡാണ് കിട്ടുന്നത്. അപ്പോൾ നോക്കാം സൾഫണേഷൻ ഫ്യൂറാൻ എന്ത് ചെയ്യാണ് SO3ൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് ഫ്യൂറാൻ 2-സൾഫോണിക് ആസിഡ്. അതായത് C2 പൊസിഷനിലാണ് ഇവിടെ നടന്നത്, സൾഫോണിക് ആസിഡാണ്, അപ്പോൾ SO3H. ഇനി മൂന്നാമത്തതാണ് നമുക്ക് ഹാലോജിനേഷൻ എന്ന് പറഞ്ഞത്. ഫ്യൂറാൻ എന്ത് ചെയ്യുന്നുണ്ട് ക്ലോറിനായിട്ടും ബ്രോമിനായിട്ടും റൂം ടെമ്പറേച്ചറിൽ നന്നായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. ലിബറേറ്റ് ചെയ്ത ഹാലജൻ ആസിഡ് എന്താ ചെയ്യുന്നത് ഫർദർ പോളിമറൈസേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലോറിനും ബ്രോമിനേറ്റും ഒക്കെ കൂടുതൽ റിയാക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്യൂറാന്. നമ്മൾ ലിബറേറ്റ് ചെയ്യുന്ന ഹാലജൻ ആസിഡ് പോളിമറൈസേഷൻ സംഭവിക്കുന്നു. അപ്പോൾ നമുക്കൊരു ചെറിയൊരു മൈൽഡ് കണ്ടീഷനിൽ വരെ നമ്മൾ ക്ലോറിനേഷനും ബ്രോമിനേഷനും നടക്കും. അതുകൊണ്ട് തന്നെ ഇതെന്താണ് നമുക്ക് മോണോ ഹാലോജിനേഷൻ കിട്ടുന്ന പ്രൊഡക്റ്റായി കിട്ടണമെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമുക്കറിയാം നമുക്ക് ഇതുവരെ നമുക്ക് കിട്ടിയതൊക്കെ സൾഫോണിക് ആസിഡ് സൾഫണേഷൻ ചെയ്തപ്പോഴൊക്കെ നമുക്ക് എന്താണ് ഒരൊറ്റ C2ലെ ഒരു ഭാഗത്ത് മാത്രമായിരുന്നു നമുക്ക് എന്ത് കിട്ടിയിരുന്നത് SO3H കിട്ടിയിരുന്നത്, അതായത് സൾഫോണിക് ആസിഡ് കിട്ടിയിരുന്നത്. എന്നാൽ നമുക്ക് ഹാലോജിനേഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലോറിനേഷനാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലോറിൻ നമുക്ക് ഒരു പൊസിഷനിൽ മാത്രം പറയാൻ പറ്റില്ല, അതേ C2 ആയിട്ടുള്ള അപ്പുറത്തെ ഓക്സിജൻ്റെ മറ്റേ ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പൊസിഷനിലും വരുന്നുണ്ട്. അപ്പോൾ 2 പോസിബിലിറ്റി ഉണ്ടാവും. അതായത് മോണോ നമുക്ക് കിട്ടൽ വളരെ ഡിഫിക്കൽട്ടാണ്. നമുക്ക് എന്ത് കിട്ടുന്നത് ഡൈ ക്ലോറോ ആയിരിക്കും കിട്ടുക, ഡൈ ഹാലോ ആണ് നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പം ഹാലോജിനേഷൻ നോക്കാം. അവിടെ ഫ്യൂറാന് 2 ഭാഗത്തായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലോറിനേഷനാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുന്നത്. നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന നമുക്ക് 2 പ്രൊഡക്റ്റ് കിട്ടും, 2-ക്ലോറോഫ്യൂറാനും 2,5-ഡൈക്ലോറോഫ്യൂറാനും. ഈ 2-ക്ലോറോഫ്യൂറാൻ എന്ന് പറഞ്ഞാൽ മൈനർ പ്രൊഡക്റ്റ് നമുക്ക് മാക്സിമം കിട്ടില്ല ആരായിരിക്കും 2,5-ഡൈക്ലോറോഫ്യൂറാനായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ബ്രോമിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് BR2 ചെയ്യുക. ഇൻ ദ പ്രസൻസ് ഓഫ് ഡയോക്സൈഡ് നമുക്ക് എന്ത് കിട്ടും അവിടെ നിന്ന് കിട്ടും ബ്രോമീൻ. ഇവിടെ ഒരു പ്ലസ് 2,5-ഡൈബ്രോമോ
ഫ്യൂറാനും കൂടെ ഉണ്ട് കേട്ടോ പ്രൊഡക്റ്റ്. അത് ഇവിടെ എഴുതാൻ വിട്ടുപോയതാണ്. അപ്പോൾ 2,5-ഡൈബ്രോമോ ഫ്യൂറാനും കൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇവിടെ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതാണ് നമുക്ക് മേജർ പ്രൊഡക്റ്റ്. മോണോ കിട്ടുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ഈ ഹാലജനേറ്റഡ് ഫ്യൂറാൻസ് അധികം ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെ വേറെ മോഡൽ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്യൂറോയിക് ആസിഡിനെ നമ്മൾ ബ്രോമിനേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 5-ബ്രോമോ ഫ്യൂറോയിക് ആസിഡായിട്ട് കിട്ടും. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, തെർമൽ ഡീകാർബോക്സിലേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 2-ബ്രോമോ ഫ്യൂറാൻ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ബ്രോമിനേഷൻ ചെയ്താൽ ഇവിടെ ഫ്യൂറോയിക് ആസിഡ് അല്ല നമ്മൾ എടുത്തുന്നുണ്ടെങ്കിൽ, ഫ്യൂറാൻ എടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട പ്രൊഡക്റ്റ് എന്തായിരുന്നു, 2,5-ഡൈബ്രോമോ ഫ്യൂറാൻ ആയിരുന്നു. പക്ഷെ നമുക്ക് ഒരു ഭാഗത്ത് മാത്രമാണ് ഫ്യൂറാൻ കിട്ടണം, ഹാലോ ഗ്രൂപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സൈഡ് നമ്മൾ ആദ്യം അതായത് ഫ്യൂറോയിക് ആസിഡ് എടുക്കണം അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഭാഗം അതായത് C2 പൊസിഷൻ എന്തായിപ്പോയി, നമ്മൾ എടുക്കേണ്ട ഹാലോജനേഷൻ വേണം 2 ആക്കി എടുക്കണേ. അപ്പോൾ ഇവിടെ നമ്മൾ 5 ആണ്. ആ COOH വന്നു ഇല്ലേ, ഒരു ഭാഗത്ത് ഓക്സിജൻ്റെ ഒരു ഭാഗത്ത് COOH വന്നു. അപ്പോൾ ആ ഭാഗത്തിന് എന്ത് നടക്കില്ല, ഒരു ഹാലോ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ആൾ ഹാലോജനേഷൻ വരികയാണെങ്കിൽ അത് എവിടെ പോവുള്ളൂ, ഓക്സിജൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോവുള്ളൂ. അപ്പോൾ ആ ഭാഗത്ത് മാത്രമായിട്ട് നമുക്ക് എന്ത് കിട്ടും, പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ 5-ബ്രോമോ ഫ്യൂറോയിക് ആസിഡ് ആയിരുന്നു. അപ്പോൾ ആസിഡും ഹാലോ ഗ്രൂപ്പും ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കൗണ്ട് ചെയ്യേണ്ടത് ആസിഡ് ലോവസ്റ്റ് നമ്പറായിട്ട് കിട്ടേണ്ട രൂപത്തിലാണ്. പക്ഷേ ലാസ്റ്റ് കിട്ടുന്ന പ്രൊഡക്റ്റ് 2-ബ്രോമോ ഫ്യൂറാൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ബ്രോമിൻ മാത്രമേ ഉള്ളായിരുന്നു, ഹാലജൻ ഗ്രൂപ്പ്. അപ്പോൾ അയാളെ നമ്മൾ ലോവസ്റ്റ് ഇതിൽ കിട്ടുന്ന രൂപത്തിലാണ് നമ്മൾ കൗണ്ട് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ ഇനി നാലാമത്തെ റിയാക്ഷൻ നമുക്ക് നോക്കാം. ഫ്രെഡൽ ക്രാഫ്റ്റ് അസൈലേഷനാണ്. നമ്മൾ ഫ്യൂറാനെ ഒരു അസറ്റിക് അൻഹൈഡ്രൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് BF3. അതുപോലെ BF3 ഈതറാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2-അസറ്റൈൽ ഫ്യൂറാൻ എന്ന് കിട്ടും. ഒപ്പം നമ്മുടെ അസറ്റിക് ആസിഡായിട്ട് ബൈ പ്രൊഡക്റ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്നതാണ് 2-അസറ്റൈൽ ഫ്യൂറാൻ. അതായത് ഫ്യൂറാനെ നമ്മൾ ആൾക്കിലേഷൻ ചെയ്യുകയാണ്. അപ്പം ഇവിടെ ഒരു അസറ്റിക് അൻഹൈഡ്രൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു കാറ്റലിസ്റ്റ് വേണം. അവിടെ എടുത്തിരിക്കുന്ന ആരുടെ പ്രസൻസിലാണ്, ബോറോൺ ട്രൈഫ്ലൂറൈഡ് ഇൻ ഈതർ, അയാളുടെ പ്രസൻസിൽ നമ്മൾ റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2-അസറ്റൈൽ ഫ്യൂറാൻ പ്ലസ് അസറ്റിക് ആസിഡ് എന്ന പ്രൊഡക്റ്റ് കിട്ടി. ഇനി നമുക്ക് കുറച്ചും കൂടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നമുക്ക് നോക്കാം. അതായത് ഫ്യൂറാനെ നമ്മൾ RX ടിൻ ക്ലോറൈഡ് വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2-ആൽക്കൈൽ ഫ്യൂറാനാണ്. അതുപോലെ നമുക്ക് അരോമാറ്റിക് N2 പ്ലസ് X- നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് കിട്ടുന്നുണ്ട്, അസോഡായി. അതിന് നമ്മൾ NaOH വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ 2-അരൈൽ ഫ്യൂറാൻ കിട്ടുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ റിയാക്ഷനാണ് ഗട്ടർമാൻ കോഷ് റിയാക്ഷൻ എന്ന് പറഞ്ഞ HCN-ഉം HCl-ൻ്റെ പ്രസൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഫ്യൂറാൽ കിട്ടുന്നുണ്ട്. ഇനി അതുപോലെ വേറെ റിയാക്ഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രെഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻസ്, അത് അസൈലേഷൻ. ഇതുവരെ നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കുറച്ച് റിയാക്ഷൻസ് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫോർമേഷൻ ഓഫ് ഫ്യൂറൈൽ ലിഥിയം ആണ്. അപ്പോൾ ഇവിടെ ഫ്യൂറാനെ N-ബ്യൂട്ടൈൽ ലിഥിയമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2-ഫ്യൂറൈൽ ലിഥിയം കിട്ടുന്നുണ്ട്. അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് വേരിയസ് കോമ്പൗണ്ട്സ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് നമുക്കൊരു കാർബൺ ഡൈ ഓക്സൈഡ് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഫ്യൂറോയിക് ആസിഡായിട്ട് കിട്ടും. ഇനി ആറാമത്തെ റിയാക്ഷനാണ് ഫോർമേഷൻ ഓഫ് പൈറോൾ ആൻഡ് തയോഫീൻ. അപ്പോൾ ഫ്യൂറാന് അമോണിയായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ അത് 450 ഡിഗ്രി സെൽഷ്യസിൽ ഇൻ ദ പ്രസൻസ് ഓഫ് അലുമിന നമുക്ക് എന്ത് കിട്ടും, പൈറോൾ കിട്ടും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്യൂറാനെ നമ്മൾ ഈ P4S7 വെച്ചിട്ട് ഹീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് തയോഫീനാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ റിയാക്ഷൻസ്. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് മെയിനായിട്ട് നൈട്രേഷൻ, സൾഫനേഷൻ, ഹാലോജനേഷൻ, പിന്നെ ഫ്രെഡൽ ക്രാഫ്റ്റ് ആൾക്കൈലേഷനാണ്. പിന്നെ ഇതിൽ തന്നെ കുറച്ച് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നമ്മൾ വേറെ പറഞ്ഞു. അതായത് ഗട്ടർമാൻ കോഷ് റിയാക്ഷൻ, അതുപോലെ ആൽക്കൈൽ ഫ്യൂറാൻ കിട്ടുന്നത് ഒക്കെ പറഞ്ഞു, ഫ്യൂറൽ കിട്ടുന്നത് പറഞ്ഞു. പിന്നെ അഞ്ചാമത്തേന്ന് ഫ്യൂറൈൽ ലിഥിയം ഉണ്ടാവുന്നത്, ഫോർമേഷൻ ഓഫ് ഫ്യൂറൈൽ ലിഥിയം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്യൂറാനേച്ച് ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി,
ഒരു എന്താണ് എൻ ബ്യൂട്ടൈൽ ലിഥിയം വെച്ച് ട്രീറ്റ് ചെയ്തപ്പോൾ 2 ഫ്യൂറൈൽ ലിഥിയം കിട്ടി. അതിനെ രണ്ടും പിന്നെയും കൺവേർട്ട് ചെയ്തപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് കിട്ടും. അത് എന്ത് ചെയ്യാണ്, കാർബൺ ഡൈ ഓക്സൈഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്യൂറോയിക് ആസിഡ് കിട്ടും. അതുപോലെ നമ്മൾ പറഞ്ഞു പൈറോളും തയോഫിനും ഫ്യൂറാനിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഇത്രയും റിയാക്ഷൻസ് നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളൂ.